ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ജീര റൈസിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ രാജ്മ മസാലയുമാണ്. ഇത് രണ്ടും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ രാജ്മ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. കാരണം എന്നാലേ ഇത് നന്നായിട്ട് വേവുകയുള്ളൂ. ഇത് വെന്താലേ അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത്. മറക്കാതെ 8 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നികക്ക വെള്ളവും ഒഴിച്ച് വേവാൻ വെക്കണം. ഒരു 8 വിസിൽ വരെയെങ്കിലും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സവോള ഒരു വലുത്. ഇവ മൂന്നും ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പം കുറച്ച് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ച് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് രാജ്മയുടെ ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് കണ്ടോ, രാജ്മ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇതുപോലെ ക്രാക്ക് ആകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. എന്നാലേ ശരിയായിട്ടുള്ള ടേസ്റ്റ് ഒക്കെ ഈ രാജ്മയിലേക്ക് പിടിക്കത്തുള്ളൂ. ഈ വെള്ളം ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. ബിഗിനേഴ്സിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ മൂടി തുറന്ന് നോക്കാം. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സവോളയും തക്കാളിയും ഈ പൊടികളെല്ലാം പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് രാജ്മ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രാജ്മയോടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മസാല മിക്സുമായിട്ട് ചേരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്നാൽ ഉലുവയില ഉണങ്ങിയതാണ്. അതിലേക്ക് ബട്ടർ 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കസൂരി മേത്തിയുടെ മണവും ബട്ടറിൻ്റെ മണവും കൂടെ എല്ലാം ചേർന്ന് നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് അടച്ചു വെക്കാം. ഇപ്പോൾ രാജ്മ മസാല റെഡി. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കിയെടുക്കാം. വിത്തിൻ 2 മിനിറ്റ്സിൽ ജീര റൈസ് ഉണ്ടാക്കാം. ആദ്യം ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബട്ടർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ജീരകം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ ചില്ലി ചെറുതായി ചോപ്പ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ റൈസ്, ബാസ്മതി റൈസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ റൈസിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന റൈസാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഞാനിവിടെ റൈസ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ജീരകത്തിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ ജീര റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ സെർവ് ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആണ്, വെറൈറ്റി ആണ്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും മക്കൾക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഈ രാജ്മ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല കോംബോയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.